പ്രകൃതി ഒരു ദയയും കാണിക്കാത്ത സ്ഥലങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. അതിജീവനം വെറുമൊരു ഭാഗ്യ പരീക്ഷണം മാത്രമായ സ്ഥലങ്ങൾ. റേഡിയോ ആക്റ്റീവ് നരകങ്ങൾ മുതൽ മരണം ഇഴയുന്ന ദ്വീപുകൾ വരെ മനുഷ്യരാശി ഒരിക്കലും കീഴടക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത ഭൂമിയുടെ കോണുകളാണിവ. ഈ സ്ഥലങ്ങൾ മെരുക്കപ്പെടാനാകാത്ത ലോകത്തിന്റെ ഭയാനകമായ സൗന്ദര്യത്തിന്റെ കഥ പറയുന്നു. ഇതാണ് ഭൂമിയിലെ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങൾ. ഇതിൽ ഏറ്റവും തീവ്രമായ ചില സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നും ഈ സ്ഥലങ്ങളിൽ എന്തെല്ലാം അപകടങ്ങളാണ് പതിയിരിക്കുന്നതെന്നും നമുക്ക് നോക്കാം. 1946-നും 1958-നും ഇടയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിക്കിനി അറ്റോളിൽ 23 ആണവായുധങ്ങൾ പൊട്ടിച്ച് പരീക്ഷിച്ചു. ഈ പരീക്ഷണങ്ങളാണ് ബിക്കിനി അറ്റോളിനെ സ്ഥിരമായ ഒരു പാരിസ്ഥിതിക ദുരന്തമാക്കി മാറ്റിയത്. ആദ്യത്തെ ചില പരീക്ഷണങ്ങൾ കപ്പലുകളിൽ അറ്റോമിക് ബോംബുകളുടെ സ്വാധീനം പഠിക്കാൻ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു. ആദ്യം ഏബിൾ എന്നൊരു ബോംബാണ് പൊട്ടിച്ചത്. അത് 23 കിലോ ടൺസ് ശക്തിയുള്ള ബോംബായിരുന്നു. ഓർക്കുക, നാഗസാക്കിയിലിട്ട ബോംബിന്റെ ശക്തി എന്നത് 21 കിലോ ടൺസ് ആണ്. എന്നിരുന്നാലും ഭാഗ്യത്തിന് ഏബിൾ ഒരു എയർബസ്റ്റ് ബോംബായിരുന്നു. അതായത് അന്തരീക്ഷത്തിൽ വെച്ച് പൊട്ടിക്കുന്ന ബോംബ്. ഉപരിതലത്തിൽ നിന്നും 520 അടി മുകളിൽ വെച്ചാണ് ഏബിളിനെ പൊട്ടിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിസ്ഫോടനത്തിൽ അധികം ന്യൂക്ലിയർ ഫോളോട്ട് ഒന്നും ഉണ്ടായില്ല. ന്യൂക്ലിയർ ഫോളോട്ട് എന്താണെന്ന് നിസ്സാരമായിട്ട് പറഞ്ഞാൽ, ന്യൂക്ലിയർ വിസ്ഫോടനത്തിൽ നിന്നും റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പുറത്തു വരികയും അതെല്ലാം മഴ പോലെ പൊഴിഞ്ഞ് ഉപരിതലത്തിൽ വന്ന് വീഴുകയും ചെയ്യും. ഇതിനെയാണ് ന്യൂക്ലിയർ ഫോളോട്ട് എന്ന് പറയുന്നത്. എന്തായാലും ഏബിളിന് ശേഷം രണ്ടാമത് ബേക്കർ എന്നൊരു ബോംബ് പൊട്ടിച്ചു. അത് വെള്ളത്തിനടിയിൽ വെച്ചാണ് പൊട്ടിച്ചത്. ഈ വിസ്ഫോടനത്തിന്റെ തീവ്രമായ ശക്തിയിൽ 20 ലക്ഷം ടൺസിലേറെ ജലവും മണ്ണും കോറൽസും ഒക്കെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങി. ബോംബിൽ നിന്നുമുണ്ടായ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളെല്ലാം ഈ ഉയർന്നു പൊങ്ങിയ പദാർത്ഥങ്ങളുമായി കൂടിച്ചേർന്നു. ശേഷം അവയെല്ലാം ന്യൂക്ലിയർ ഫോളോട്ടായി തിരിച്ച് ഉപരിതലത്തിൽ വന്ന് വീഴുകയും ചെയ്തു. ഉപരിതലത്തിൽ വന്ന് വീണു എന്ന് പറയുമ്പോൾ അതെല്ലാം ജലാശയങ്ങളിലും മണ്ണിലുമൊക്കെ മിക്സായി. ഈ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ നിന്നും വമിക്കുന്ന തീവ്രമായ റേഡിയേഷൻ മനുഷ്യർക്ക് അത്യധികം അപകടകരമാണ്. ക്യാൻസർ പോലെയുള്ള വളരെ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ അതിനുണ്ടാക്കാൻ പറ്റും. മറ്റൊരു കാര്യം, ഇത്തരം റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളൊന്നും പെട്ടെന്ന് നശിക്കുന്നവയല്ല. പല പതിറ്റാണ്ടുകളോളം വരെ അവ നിലനിൽക്കും. എന്തായാലും 1954-ൽ കാസിൽ ബ്രാവോ എന്ന പേരിൽ ബിക്കിനി അറ്റോളിൽ വെച്ച് ഒരു ഹൈഡ്രജൻ ബോംബ് പരീക്ഷണം നടത്തി. ഇതിന് 15 മെഗാ ടൺസിന്റെ ശക്തിയുണ്ടായിരുന്നു. താരതമ്യേന പറഞ്ഞാൽ ഹിരോഷിമയിൽ വീണ ബോംബിന്റെ 1000 മടങ്ങ് ശക്തി. ഇതും ഉപരിതലത്തിൽ വെച്ചാണ് പൊട്ടിച്ചത്. ഈ വിസ്ഫോടനത്തിന്റെ ആഘാതം ശാസ്ത്രജ്ഞരെ പ്രതീക്ഷിച്ചതിനേക്കാൾ തീവ്രമായിരുന്നു. താനോസിന്റെ സ്നാപ്പിൽ എല്ലാവരും പൊടിഞ്ഞു പോയതുപോലെ ഈ വിസ്ഫോടനത്തിന്റെ ശക്തിയിൽ ബിക്കിനി അറ്റോളിലുള്ള 2 കുഞ്ഞൻ ദ്വീപുകൾ പൂർണ്ണമായും അപ്രത്യക്ഷമായി പോയി. 100 കണക്കിന് കിലോമീറ്ററുകൾ ചുറ്റളവിൽ വരെ ന്യൂക്ലിയർ ഫോളോട്ട് വ്യാപിച്ചു. 300 കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ദ്വീപുകളിൽ പോലും അന്ന് റേഡിയേഷൻ ലെവല് 1000 റമ്മിന് മുകളിലെത്തി. 500 റം എത്തിയാൽ തന്നെ മനുഷ്യന് മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ 500 കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ദ്വീപുകളിലെ ജനങ്ങൾക്ക് പോലും ന്യൂക്ലിയർ ഫോളോട്ട് കാരണം ദ്വീപ് വിടേണ്ടി വന്നു. അത്രയും മാരകമായിരുന്നു ഈ വിസ്ഫോടനം. ഇതിനുശേഷവും അവര് പല വർഷങ്ങളോളം വരെ ബിക്കിനി അറ്റോളിൽ ന്യൂക്ലിയർ ബോംബ് പരീക്ഷണങ്ങൾ നടത്തി. ഈ പരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെ പുറത്തു വന്ന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഇന്ന് ബിക്കിനി അറ്റോൾ മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ്. ജലവും മണ്ണും സസ്യജാലങ്ങളും കെട്ടിടങ്ങളും അങ്ങനെ എല്ലാം തന്നെ അത്യധികം റേഡിയോ ആക്റ്റീവാണ്. പണ്ട് ബിക്കിനി അറ്റോളിൽ ഒരുപാട് പേര് ജീവിച്ചിരുന്നു. പരീക്ഷണങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ അവരെല്ലാം ദ്വീപിൽ നിന്നും മാറ്റി. ശേഷം 1970-കളിലും 80-കളിലും പലതവണ അവരെല്ലാം തിരികെ ബിക്കിനി അറ്റോളിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ അങ്ങനെ പിന്നീട് ഇവിടെ ജീവിക്കാൻ ശ്രമിച്ച എല്ലാവർക്കും റേഡിയേഷൻ കാരണം കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. അതിനു പുറമെ ബിക്കിനി അറ്റോളിന് സമീപമുള്ള മറ്റ് ദ്വീപുകളിൽ ജീവിച്ചിരുന്ന 100 കണക്കിന് പേർക്ക് റേഡിയേഷൻ കാരണം മരണവും സംഭവിച്ചിട്ടുണ്ട്. അത്രയും ഡേഞ്ചറസ് ആണ് ബിക്കിനി അറ്റോൾ. അതുകൊണ്ട് തന്നെ ഇന്ന് ബിക്കിനി അറ്റോളിൽ ആരും തന്നെ ജീവിക്കുന്നില്ല. ബിക്കിനി അറ്റോൾ പഴയതുപോലെ സേഫ് ആകണമെങ്കിൽ ഇനിയും പല പതിറ്റാണ്ടുകൾ കഴിയണം. ടാൻസാനിയയിലുള്ള ഒരു മനോഹരമായ കായലാണ് നേട്രോൺ. ഇതിന്റെ ചുവപ്പ് കലർന്ന നിറമാണ് ഇതിനെ അത്യധികം ആകർഷകമാക്കുന്നത്. പക്ഷേ ഈ മനോഹാരിതയ്ക്ക് പിന്നിൽ നിരവധി അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. യഥാർത്ഥത്തിൽ ഭൂമിയിലെ ഏറ്റവും ടോക്സിക് ആയ സ്ഥലങ്ങളിൽ ഒന്നാണിത്. ഈ കായലിന് സമീപം ആക്റ്റീവ് ആയിരിക്കുന്ന വലിയൊരു അഗ്നിപർവ്വതമുണ്ട്. ഈ വോൾക്കാനോയിൽ നിന്നും പുറത്തു വരുന്ന ലാവയിൽ സോഡിയം കാർബണേറ്റിന്റെയും പൊട്ടാഷ്യം കാർബണേറ്റിന്റെയും മിനറൽസ് കൊണ്ട് നിറഞ്ഞതാണ്. അപൂർവമായ ഈ ലാവയെ നേട്രോ കാർബണേറ്റൈറ്റ് ലാവ എന്നാണ് പറയുന്നത്. ഈ ലാവയ്ക്ക് കറുത്ത നിറമായിരിക്കും. ഇങ്ങനത്തെ ലാവ ആകെ ഈ ഒരൊറ്റ വോൾക്കാനോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ മിനറൽസ് അത്യധികം ആൽക്കലൈൻ ആണ്.
അതിനു പുറമെ ഈ കായലിന് ഔട്ട്ലെറ്റ് ഒന്നുമില്ല. അതായത് ഇതിൽ നിന്നും ജലം മറ്റെങ്ങോട്ടും പോകുന്നില്ല. ഈ കായലിലെ ജലം മുഴുവൻ ഇവിടെ തന്നെ കെട്ടിക്കിടക്കുന്നതാണ്. വേനൽക്കാലത്ത് തീവ്രമായ ചൂട് കാരണം നീരാവിയാകുമ്പോൾ മാത്രമാണ് ഈ കായലിലെ ജലം വറ്റുന്നത്. അങ്ങനെ ജലം വറ്റുമ്പോൾ ആൽക്കലൈൻ ആയിട്ടുള്ള മിനറൽസ് ഒക്കെ കായലിൽ തന്നെ അവശേഷിക്കും. കാലങ്ങളായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഈ കായൽ അത്യധികം ആൽക്കലൈനാണ്. ഇതിന്റെ pH വാല്യൂ പലപ്പോഴും 12ന് മുകളിലെത്തും. ഓർക്കുക, pH വാല്യൂ 8.5ന് മുകളിൽ എത്തിയാൽ തന്നെ അത് ഡേഞ്ചറസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. pH വാല്യൂ 12 എന്നൊക്കെ പറയുമ്പോൾ അതിന് നമ്മുടെ തൊലിയെ കാര്യമായി ദ്രവിപ്പിച്ച് കളയാനുള്ള ശക്തി ഉണ്ടായിരിക്കും. അത് കാരണം തീവ്രമായ കെമിക്കൽ ബേൺസും ഉണ്ടാകും. നമ്മുടെ കണ്ണുകളിൽ ഈ ജലം വീണാൽ ഒരുപക്ഷെ നമ്മൾ അന്ധരാകാൻ വരെ സാധ്യതയുണ്ട്. അതിനു പുറമെ ഈ കായൽ വളരെ ചൂട് കൂടിയതാണ്. പലപ്പോഴും 60 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരെ താപനില ഉയരാറുണ്ട്. ഇത്രയും ചൂടിൽ അധിക നേരമൊന്നും മനുഷ്യർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. മനുഷ്യർക്കെന്നല്ല, ഒട്ടുമിക്ക ജീവികൾക്കും അത് സാധ്യമല്ല. കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് 3rd ഡിഗ്രി പൊള്ളലുകൾ ഏൽക്കും. ഈ കായലിൽ ആൽക്കലൈൻ ആഹാരമാക്കുന്ന സയനോ ബാക്ടീരിയകളുണ്ട്. ഈ ബാക്ടീരിയകളുടെ സാന്നിധ്യം കാരണമാണ് കായലിന് ചുവപ്പ് കലർന്ന നിറം ലഭിക്കുന്നത്. ഈ ബാക്ടീരിയകൾ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ അത് പല വിധത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ കായൽ നിശ്ചലമായി കിടക്കുന്നത് കാരണം ഇതൊരു വലിയ കണ്ണാടി പോലെ തോന്നും. ഇത് കാരണം പലപ്പോഴും ഇതുവഴി പറന്നു പോകുന്ന പക്ഷികൾ കായലിനെ ആകാശമായിട്ട് തെറ്റിദ്ധരിക്കുകയും അങ്ങനെ കായലിൽ വന്ന് വീണ് മരിക്കുകയും ചെയ്യാറുണ്ട്. ഈ കായലിൽ വീഴുന്ന ജീവികൾ സെക്കൻഡുകൾ മുതൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കൊല്ലപ്പെടും. ശേഷം പതിയെ പതിയെ ഇവയുടെ ശരീരം മുഴുവൻ ജലത്തിലെ മിനറൽസ് കൊണ്ട് മൂടപ്പെടും. അതിനുശേഷം പിന്നെ ഈ ശവശരീരം കൂടുതൽ നശിക്കാതെ കിടക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ മിനറൽസ് കാരണം ഇവയുടെ ശവശരീരങ്ങൾ മമ്മിഫൈഡ് ആകും. കാലക്രമേണ ഇങ്ങനെ മൂടപ്പെടുന്ന മിനറൽസ് ഒക്കെ കട്ട പിടിക്കും. അനന്തരഫലമായി ശവശരീരം ഒരു സ്റ്റാച്യു പോലെയായി മാറുകയും ചെയ്യും. ഇങ്ങനെ സ്റ്റാച്യു ആയി മാറിയ ഒരുപാട് ജീവികളെ ഈ കായലിൽ കാണാം. മറ്റൊരു കാര്യം, ഈ കായൽ വളരെ റിമോട്ടായ ഒരു സ്ഥലത്താണ്. ഇവിടെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒക്കെ വളരെ പരിമിതമാണ്. അതിനാൽ ഇവിടെ വെച്ച് എന്തെങ്കിലും അപകടം പറ്റിയാൽ അത് അത്ര പെട്ടെന്ന് ചികിത്സിക്കാനും കഴിയില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ ഈ കായൽ ശരിക്കും അപകടകരമാണ്. എന്നിരുന്നാലും ഈ കായലിനെ ആശ്രയിച്ച് ചില ജീവികൾ ജീവിക്കുന്നുണ്ട്. അവയെല്ലാം കായലിന്റെ വിഷത്തിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് പരിണമിച്ചിരിക്കുന്നത്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ജീവിയാണ് ലെസർ ഫ്ലമിംഗോസ്. ഈ പക്ഷികളുടെ ഏറ്റവും പ്രധാന ബ്രീഡിംഗ് ഗ്രൗണ്ടാണ് ഈ കായൽ. കായലിലെ ബാക്ടീരിയകളെയാണ് ഇവ ആഹാരമാക്കുന്നത്. കായലിൽ പ്രഡറ്റേഴ്സ് ഒന്നും ഇറങ്ങി വരാത്തതിനാൽ ഈ പക്ഷികൾക്ക് വളരെ സേഫ് ആയിട്ട് ഇവിടെ നിൽക്കാനാകും. ഇതിനു പുറമെ സീബ്രാസ്, ഗസൽസ്, ഗോൾഡൻ ജക്കാൽസ്, ഓറിക്സ്, ലെസർ കുഡൂസ് അങ്ങനെ വേറെയും നിരവധി ജീവികൾ ഈ കായലിന് സമീപം ജീവിക്കുന്നുണ്ട്. പക്ഷെ അവയൊന്നും പൊതുവെ കായലിന്റെ ഉള്ളിൽ ഇറങ്ങാറില്ല. ബൊളീവിയയിൽ നോർത്ത് യുങ്കാസ് എന്നൊരു റോഡുണ്ട്. ഈ റോഡിന്റെ ചെറിയൊരു ഭാഗത്തിനെയാണ് ഡെത്ത് റോഡ് എന്ന് പറയുന്നത്. ഏകദേശം 64 കിലോമീറ്റേഴ്സ് ആണ് ഡെത്ത് റോഡിന്റെ നീളം. ഈ റോഡ് ആൻഡീസ് മലനിരകളുടെ വശങ്ങളിലൂടെ കൊത്തിയെടുത്ത് നിർമ്മിച്ചിരിക്കുന്നതാണ്. റോഡിന്റെ ഒരു വശം പാറ കൊണ്ട് നിർമ്മിതമായ വൻ മതിലാണ്. മറുവശമാണെങ്കിൽ കുത്തനെയുള്ള കൊക്കയും. ഈ കൊക്കയ്ക്ക് ചിലയിടങ്ങളിൽ 3000 അടിയിൽ കൂടുതൽ ആഴമുണ്ട്. പക്ഷേ റോഡിനാണെങ്കിൽ ആകെ 10 അടി വീതിയേ ഉള്ളൂ. അതായത് ഒരു വലിയ ബസ്സിന് കഷ്ടിച്ചു പോകാനുള്ള വീതി. വലിയ തിരക്കൊന്നുമില്ലാത്ത റൂട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ബൊളീവിയയുടെ ക്യാപിറ്റലായ ലാപാസിനെയും ആമസോൺ റെയിൻ ഫോറസ്റ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു റോഡായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ അത്യധികം തിരക്കുമുണ്ടായിരുന്നു. റോഡിന്റെ വശങ്ങളിലാണെങ്കിൽ ഗാർഡ് റെയിൽസും സേഫ്റ്റി ബാരിയേഴ്സും ഒന്നും തന്നെയില്ല. അതിനാൽ ഇതുവഴിയുള്ള യാത്രയും സ്വാഭാവികമായും അത്യധികം അപകടകരമാണ്. ഒരേ സമയം 2 സൈഡിൽ നിന്നും വണ്ടികൾ വരുമ്പോൾ ഒരു വണ്ടി കൊക്കയുടെ അറ്റത്തിലൂടെ പോകേണ്ടി വരും. അത് ശരിക്കും ഭയാനകമായ ഒരു കാഴ്ചയാണ്. ഒന്ന് തെന്നിയാൽ വണ്ടി മൊത്തത്തിൽ താഴോട്ട് പോകും. വണ്ടി താഴെ എത്തുന്നതിന് മുന്നേ വണ്ടിയിലുള്ളവര് ചിലപ്പോൾ പേടിച്ച് വിറച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് മുകളിലേക്ക് പോകും. ചിലയിടങ്ങളിലാണെങ്കിൽ റോഡിന് കുറുകെ കൂടെ അരുവികളും വെള്ളച്ചാട്ടവും ഒക്കെ ഒഴുകുന്നുണ്ട്. ഇത് കാരണം റോഡ് മിക്കവാറും നനവും ചെളിയും ഒക്കെ നിറഞ്ഞതായിരിക്കും. അതായത് പെട്ടെന്ന് വഴുതുന്ന രീതിയിലായിരിക്കും. ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്ന ഭൂപ്രദേശം അത്ര സ്റ്റേബിൾ അല്ല. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകും. ഇതൊക്കെ ഏതെങ്കിലും വണ്ടിയുടെ മീതെയാണ് വന്ന് വീഴുന്നതെങ്കിൽ ആ വാഹനം ചമ്മന്തിയായി പോകും, അല്ലെങ്കിൽ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോകും. അതുമല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി തെറിച്ച് നേരെ കൊക്കയിലേക്ക് മറിയും. അതിനു പുറമെ ഈ റോഡിൽ പലപ്പോഴും കട്ടിയുള്ള മൂടൽ മഞ്ഞുണ്ടായിരിക്കും. ഈ മഞ്ഞ് കാരണം റോഡ് പോലും നേരെ ചൊവ്വേ കാണാൻ പറ്റില്ല. വരണ്ട കാലാവസ്ഥയിലും ഈ റോഡ് സേഫ് അല്ല. കാരണം ആ സമയങ്ങളിൽ ഇവിടെ മുകളിൽ നിന്നും സ്ഥിരമായി പാറകൾ താഴേക്ക് വന്ന് വീഴാറുണ്ട്. അതിനു പുറമെ റോഡ് മൊത്തം പൊടി കൊണ്ട് നിറയും. ഈ പൊടി മഞ്ഞ് പോലെ തന്നെ പ്രവർത്തിക്കും. അതായത് റോഡിന്റെ വിസിബിലിറ്റി കുറയ്ക്കും. അങ്ങനെ ഏത് സമയം പോയാലും ഈ റോഡ് ഭയങ്കര ഡേഞ്ചറസ് ആണ്.
ഇത്രയും അപകടം പിടിച്ചതായതിനാൽ ഓരോ വർഷവും 300ഓളം പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. മരിച്ചവരുടെ ഓർമ്മയ്ക്കായി റോഡിന്റെ വശത്ത് പലയിടത്തും കുരിശ് വെച്ചിരിക്കുന്നത് കാണാം. അത് കാണുമ്പോൾ ആർക്കായാലും കൂടുതൽ ഭയം തോന്നും. എന്നാൽ ഭാഗ്യത്തിന് 2006-ൽ ഇതിന് പകരം മറ്റൊരു വലിയ റോഡ് നിർമ്മിച്ചു. ഗാർഡ് റെയിൽസും ഡ്രെയിനേജ് സിസ്റ്റവും അസ്ഫാൾട്ട് പേയ്മെന്റും അങ്ങനെ എല്ലാവിധ സവിശേഷതകളുമുള്ള റോഡ്. ഈ പുതിയ റോഡിന് നല്ല വീതിയുമുണ്ട്. അങ്ങനെ പുതിയ റോഡ് നിർമ്മിച്ച ശേഷമാണ് ഡെത്ത് റോഡിൽ സംഭവിക്കുന്ന മരണനിരക്ക് വൻതോതിൽ കുറഞ്ഞത്. ഇപ്പോൾ ഡെത്ത് റോഡിൽ അത്യധികം അപൂർവമായി മാത്രമേ മരണം സംഭവിക്കാറുള്ളൂ. ഓസ്ട്രേലിയയ്ക്ക് സമീപമുള്ള ഒരു ചെറിയ ദ്വീപാണ് ഫ്രേസർ ഐലൻഡ്. പ്രത്യക്ഷത്തിൽ വളരെ മനോഹരമായ ഒരു ദ്വീപ്. പക്ഷേ ഈ മനോഹാരിത ഇവിടെയുള്ള അപകടങ്ങളുടെ ഒരു മറയാണ്. ഇവിടുത്തെ തിരമാലകളും ജലപ്രവാഹവും ഒക്കെ അതിശക്തമാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്വിമേഴ്സ് പോലും ഈ ജലപ്രവാഹത്തിൽപ്പെട്ട് സമുദ്രത്തിൽ മുങ്ങി മരിക്കാറുണ്ട്. ഇവിടുത്തെ ബീച്ചുകളിൽ എപ്പോഴും ഗ്രേറ്റ് വൈറ്റ് ഷാർക്കുകൾ വരും. തീരത്തിന് സമീപം ജീവിക്കുന്ന കുഞ്ഞൻ മീനുകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്രാവുകൾ വരുന്നത്. സമ്മർ സീസൺ ആകുമ്പോഴേക്കും ബീച്ചിൽ സ്ഥിരമായി കടുത്ത വിഷമുള്ള ജെല്ലി ഫിഷുകൾ വരാറുണ്ട്. അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ് ഓസ്ട്രേലിയൻ ബോക്സ് ജെല്ലി ഫിഷ്. വെറും 30 സെന്റിമീറ്റേഴ്സ് മാത്രം വലിപ്പം വയ്ക്കുന്ന ഒരു ചെറിയ വർഗം ജെല്ലി ഫിഷാണിവ. പക്ഷേ ചെറുതാണെങ്കിലും ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമുള്ള ജെല്ലി ഫിഷാണിത്. ഇതിന്റെ വിഷം നമ്മുടെ ഉള്ളിൽ ചെന്നാൽ എത്രയും വേഗം തന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിനു പുറമെ ഇവിടെ പതിവായി കാണപ്പെടുന്ന മറ്റൊരു ജെല്ലി ഫിഷാണ് മാനോവാർ. ഇതിനും നല്ല കടുത്ത വിഷമുണ്ട്. പക്ഷെ ഇതിന്റെ കുത്ത് കിട്ടിയാൽ മരണം സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നിരുന്നാലും അതിതീവ്രമായ വേദന അനുഭവിക്കേണ്ടി വരും. പ്രതിവർഷം 100 കണക്കിന് മുതൽ 1000 കണക്കിന് പേരെയാണ് ഈ ജെല്ലി ഫിഷ് വർഗം ഫ്രേസർ ഐലൻഡിൽ വെച്ച് ആക്രമിക്കുന്നത്. ഇത്രയും വിഷമുള്ള ജെല്ലി ഫിഷുകളിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ബീച്ചിന്റെ അടുത്തോട്ട് പോലും പോകാതിരുന്നാൽ മതിയെന്ന് ഒരുപക്ഷെ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ബീച്ചിൽ മാത്രമല്ല, കരയിലും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും വലിയ പ്രശ്നം ഡിങ്കോസ് ആണ്. നായ പോലെ തോന്നിക്കുന്ന ഒരു വർഗം ജീവിയാണ് ഡിങ്കോ. ഇവ യഥാർത്ഥത്തിൽ അപ്പെക്സ് പ്രെഡേറ്റേഴ്സ് ആയ വന്യമൃഗങ്ങളാണ്. ഇവിടെ വന്നിട്ടുള്ള ഒരുപാട് പേരെ ഡിങ്കോസ് ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഈ ദ്വീപിൽ 20 വർഗം പാമ്പുകളുണ്ട്. അതിൽ പല വർഗങ്ങളും ഘോര വിഷമുള്ളവയാണ്. അതിലെടുത്തു പറയേണ്ട ഒരു വർഗമാണ് ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ വിഷമുള്ള 2ാമത്തെ പാമ്പ് വർഗമായിട്ടാണ് ഈസ്റ്റേൺ ബ്രൗൺ സ്നേക്കിനെ പരിഗണിക്കുന്നത്. പ്രതിവർഷം 60ഓളം പേരെയാണ് ഈ വർഗം പാമ്പുകൾ കൊല്ലുന്നത്. പാമ്പുകൾക്ക് പുറമെ ഇവിടെ തീവ്ര വിഷമുള്ള ചിലന്തി വർഗങ്ങളുമുണ്ട്. ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയ ചിലന്തികളിൽ ഒന്നാണ് കെഗാരി ഫണൽ വെബ് സ്പൈഡർ. ഈ ചിലന്തി വർഗങ്ങളെയും നമുക്കിവിടെ കാണാം. ആകെ മൊത്തത്തിൽ ഈ ദ്വീപ് മുഴുവൻ അപകടങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. ഇത്രയേറെ ഡേഞ്ചറസ് ആയിരുന്നിട്ടും ഓരോ വർഷവും ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ സന്ദർശിക്കാൻ വരുന്നത്. വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യമായ കെമറൂണിൽ നിയോസ് എന്നൊരു കായലുണ്ട്. 1986-ൽ ഈ കായല് 1746 മനുഷ്യരെയും 3500-ൽ കൂടുതൽ വളർത്തു മൃഗങ്ങളെയും കൊന്നുകളഞ്ഞു. അതും വെറും ഒരൊറ്റ രാത്രി കൊണ്ട്. സംഭവം, ഈ കായൽ പഴയൊരു അഗ്നിപർവ്വതത്തിന്റെ ക്രേറ്ററിലാണ് കിടക്കുന്നത്. ഈ വോൾക്കാനോ നിലവിൽ ഇനാക്റ്റീവ് ആണ്. എന്നിരുന്നാലും ഈ പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്നും വോൾക്കാനിക് വെന്റുകളിലൂടെ നിരന്തരമായി കാർബൺ ഡയോക്സൈഡ് വാതകം വമിക്കുന്നുണ്ട്. ഈ വാതകം നേരെ കായലിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് വരുന്നത്. അടിത്തട്ടിലെ അതികഠിനമായ സമ്മർദ്ദം കാരണം ഈ CO2 വേഗം തന്നെ അടിത്തട്ടിലെ ജലവുമായി കൂടിച്ചേരും. അതുമാത്രമല്ല, അടിയിലുള്ള ജലം തണുത്തതാണ്. തണുത്ത ജലത്തിന് സാന്ദ്രത കൂടുതലായിരിക്കും. മുകളിലുള്ള ജലമാണെങ്കിൽ താപനില കൂടിയതുമാണ്. താപനില കൂടിയ ജലത്തിന് സാന്ദ്രത കുറവുമായിരിക്കും. ഇത് കാരണം അടിയിലുള്ള ജലം ഒരിക്കലും മുകളിൽ വരാതെ എപ്പോഴും അടിത്തട്ടിൽ തന്നെ മുങ്ങിക്കിടക്കും. അങ്ങനെ CO2 ഒരിക്കലും മുകളിലേക്ക് വരാൻ പറ്റാതെ അവിടെ തന്നെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. അതായത് ഒരു വലിയ സോഡാ ബോട്ടിൽ പോലെ. സോഡാ ബോട്ടിൽ നന്നായി കുലുക്കിയ ശേഷം തുറന്നാൽ അത് പൊട്ടിത്തെറിക്കുന്നത് പോലെ പുറത്തേക്ക് ഒഴുകും. ഇത് തന്നെയാണ് 1986-ൽ നിയോസ് കായലിൽ സംഭവിച്ചത്. അതായത് അന്ന് രാത്രി കായലിൽ ഭൂമി കുലുക്കമോ മണ്ണിടിച്ചിലോ സംഭവിച്ചിട്ടുണ്ടാകും. ഇത് കാരണം കായൽ കുലുങ്ങുകയും കായലിലെ ജലം മുഴുവൻ മിക്സ് ആവുകയും ചെയ്തു. അനന്തരഫലമായി അടിത്തട്ടിലുള്ള സമ്മർദ്ദം കുറയുകയും അങ്ങനെ കാർബൺ ഡയോക്സൈഡ് വാതകം മൊത്തം പുറത്തു വരികയും ചെയ്തു. നിഗമനമനുസരിച്ച് പല ദശലക്ഷക്കണക്കിന് ടൺസ് അളവിലുള്ള കാർബൺ ഡയോക്സൈഡാണ് അന്ന് രാത്രി ഈ കായലിൽ നിന്നും പുറത്തു വന്നത്. പുറത്തു വന്ന വാതകം മുഴുവൻ സമീപമുള്ള താഴ്വരകളിലേക്ക് വ്യാപിച്ചു. CO2 കട്ടി കൂടിയ വാതകമായതിനാൽ അത് മുഴുവൻ അന്തരീക്ഷത്തിന്റെ ഒരുപാട് ഉയരത്തിൽ പോകുന്നതിന് പകരം നിലത്തിനോട് ചേർന്ന് തന്നെ നിന്നു.
അതായത് കായലിൽ നിന്നും അപ്രത്യക്ഷമായി ഒരു നദി ഒഴുകുന്നത് പോലെ. നിലത്തിന് സമീപമുണ്ടായിരുന്ന വായു, അതായത് ഓക്സിജൻ നിറഞ്ഞ വായുവിനെ മുഴുവൻ തള്ളി മാറ്റിക്കൊണ്ടാണ് അവിടെ CO2 നിറഞ്ഞത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ CO2 കൊണ്ട് നിറഞ്ഞത് കാരണം കായലിന്റെ സമീപമുള്ള താഴ്വരകളിൽ പിന്നെ ഓക്സിജന്റെ അളവ് തീരെ കുറഞ്ഞുപോയി. അങ്ങനെ ഓക്സിജൻ കിട്ടാതെയാണ് അന്ന് ഒറ്റ രാത്രി കൊണ്ട് 1746 പേര് കൊല്ലപ്പെട്ടത്. കായലിൽ നിന്നും 25 കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ഗ്രാമത്തിൽ ഉണ്ടായിരുന്നവർ പോലും അന്ന് ശ്വാസം കിട്ടാതെ മരിച്ചുപോയി. ഈ വാതകത്തിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതിനാൽ ഇങ്ങനൊരു അപകടമുണ്ടെന്ന് തിരിച്ചറിയാൻ പോലും ആർക്കും സാധിച്ചില്ല. അങ്ങനെയാണെന്ന് ആയിരക്കണക്കിന് പേര് കൊല്ലപ്പെട്ടത്. പലരും ഉറക്കത്തിൽ തന്നെ മരണപ്പെടുകയായിരുന്നു. ബാക്കിയുള്ളവര് നിന്ന നിൽപ്പിൽ ബോധം കെട്ട് വീണ് മരിക്കുകയും ചെയ്തു. എന്തായാലും കായലിന്റെ അടിത്തട്ടിൽ CO2 കുമിഞ്ഞുകൂടുന്ന പ്രക്രിയ യഥാർത്ഥത്തിൽ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഭാവിയിൽ ഇനിയും CO2 പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് ഈ കായലിനെ അപകടകരമാക്കുന്നത്. എന്നിരുന്നാലും ഇന്ന് കായലിന് സമീപമുള്ള ഗ്രാമങ്ങളിലൊക്കെ ധാരാളം മനുഷ്യർ ജീവിക്കുന്നുണ്ട്. പണ്ടത്തേതിനേക്കാൾ കൂടുതൽ മനുഷ്യർ ജീവിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഒരുപാട് സേഫ്റ്റി സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയ ശേഷമാണ് ഇവിടെയൊക്കെ ജനവാസം തുടങ്ങിയത്. അതായത് കായലിൽ ഡീഗ്യാസിംഗ് സിസ്റ്റം പൈപ്സ് നിർമ്മിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അടിത്തട്ടിൽ കുമിഞ്ഞു കൂടുന്ന CO2വിനെ ഈ പൈപ്സിലൂടെ നിരന്തരമായിട്ട് പതിയെ പതിയെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ റിസ്ക് നല്ല രീതിയിൽ കുറവാണെന്നാണ് അധികൃതർ പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്നാൽ അടിത്തട്ടിൽ CO2 കുമിഞ്ഞു കൂടുന്ന റേറ്റ് കൂടുകയോ അല്ലെങ്കിൽ ഡീഗ്യാസിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയോ ചെയ്താൽ വീണ്ടും പണ്ടത്തെ പോലെ CO2 അപ്രതീക്ഷിതമായിട്ട് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അത് ഭയന്നിട്ട് ഒട്ടുമിക്ക പേരും ഒരുപാട് ഉയർന്ന പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത്. കാരണം അങ്ങനെ CO2 പുറത്തു വന്നാലും ഉയരങ്ങളിൽ നിന്നാൽ കുറച്ചുകൂടി സേഫ് ആയിരിക്കും. മറ്റൊരു പ്രശ്നമെന്നത് ഈ കായലിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് വോൾക്കാനിക് പാറകൾ കൊണ്ട് പ്രകൃതി തന്നെ നിർമ്മിച്ച ഒരു ഡാമാണ്. ഈ പാറകൾ എപ്പോൾ വേണമെങ്കിലും തകരാൻ സാധ്യതയുള്ള രീതിയിലാണ് നിർമ്മിതമായിരിക്കുന്നത്. അങ്ങനെ ഡാം തകർന്നാൽ സമീപ ഗ്രാമങ്ങളിലൊക്കെ വെള്ളപ്പൊക്കമുണ്ടാകും. അതിനു പുറമെ അതിന്റെ ആഘാതത്തിൽ വൻതോതിൽ CO2 വാതകവും പുറത്തുവരും. അതിനാൽ ഇപ്പോഴും ഇത് വളരെ അപകടം പിടിച്ച സ്ഥലമായിട്ട് തന്നെ അവശേഷിക്കുകയാണ്.